ഇന്നൊരു പച്ചക്കറി ഊണുണ്ടാക്കാം. ആദ്യം അച്ചിങ്ങ ഉപ്പേരി ഉണ്ടാക്കാം. ഒരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് അത് നന്നായി ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക. അതിനുശേഷം 350 ഗ്രാം അച്ചിങ്ങ നുറുക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. വേറെ വെള്ളമൊന്നും ഇതിൽ ഒഴിക്കേണ്ട. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അതിൽ വെള്ളം ഊർന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം വറ്റുന്ന വരെ നമുക്കത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയെ പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ്, എന്നാലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചിങ്ങുപ്പേരി റെഡിയായി. അടിപൊളി ഒരു സാമ്പാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ കോൽപ്പുളി എടുത്ത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. ഇനി നമ്മൾ ഒരു 125 ഗ്രാം പരിപ്പ് അത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിടുക. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം കായവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 4 വിസിൽ വരെ വേവിക്കുക. അപ്പോൾ പരിപ്പ് ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർക്കാം. ഒരു 70 ഗ്രാം മുരിങ്ങക്കായയും 20 ഗ്രാം വെള്ളരിക്കയും 20 ഗ്രാം കുമ്പളങ്ങയും ഒരു ചെറിയ ക്യാരറ്റും ചേർക്കുക. ഇനി അതിലേക്ക് 60 ഗ്രാം മത്തങ്ങ കഷ്ണങ്ങളാക്കിയത്, 2 അച്ചിങ്ങ, 4 കൊത്തമര, 40 ഗ്രാം ചുരയ്ക്ക, 20 ഗ്രാം കായ, ഇതൊക്കെ ചേർത്തിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെയാണ് നമ്മളിത് വേവിക്കേണ്ടത്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ അടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല, എന്നാൽ എല്ലാം വെന്തിട്ടുമുണ്ട്. ഒരു മൺകലത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു വെണ്ടയ്ക്ക ഇതുപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. അതിൻ്റെ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞതും 2 ചെറിയ തക്കാളി അരിഞ്ഞതും നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 3 വലിയ സ്പൂൺ സാമ്പാർ പൊടി, ഒരു നുള്ള് ഉലുവ, ഒരു ചെറിയ കഷ്ണം കായം, ഇതൊക്കെ ചേർത്ത് ഒരു 10 സെക്കൻഡ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് പുളിവെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയും പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി പോരായുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ കട്ടി മതിയെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല. ഇനി നമുക്കിത് താളിക്കാം. ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, അത് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ മുഴുവനോടെ, അതിനുശേഷം 4 വറ്റൽമുളക്, ഇവ പൊട്ടി വരുമ്പോൾ ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി കേരള സാമ്പാർ റെഡിയായി. നമുക്ക് പച്ചമോര് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 ചെറിയുള്ളി, 2 പച്ചമുളക് ഇവയെല്ലാം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് ചേർക്കുന്നത്. 5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാണ്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഒന്ന് നുറുക്കിയിടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം, നമ്മുടെ കട്ടിക്ക് അനുസരിച്ചിട്ട്. അപ്പം നമ്മുടെ പച്ചമോര് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പപ്പടം കൂടെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഊണിനുള്ള എല്ലാ കറികളും റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ കേട്ടോ.